കെ.സി. വേണുഗോപാൽ ചെയ്തത് നല്ല പ്രവൃത്തിയാണ്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് കെ.സി. വേണുഗോപാല് പിന്നെ നമ്മുടെ സിദ്ധാരാമയ്യയും ഡി.കെ. ശിവകുമാറുമായിട്ട് സംസാരിച്ച് അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ എല്ലാവർക്കും ഫ്ലാറ്റ് കൊടുക്കാം. 167 കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, അവർക്ക് ഫ്ലാറ്റ് കൊടുക്കാം സമ്മതിച്ചിട്ടുണ്ട്. ഒരു പൈസ പോലും ഈടാക്കാതെ അതിനുവേണ്ടി കോൺഗ്രസ് ഗവൺമെന്റ് എവിടെയെല്ലാം പിന്നെ വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് വെച്ചു കൊടുക്കുന്നു. കേരളത്തിൽ നിങ്ങളെടുത്ത് മുസ്ലിം ലീഗുകാർ 100 വീട് വെച്ചു കൊടുക്കുന്നു ഫ്രീ ആയിട്ട്. ഉരുൾപൊട്ടലുണ്ടായ വയനാടില്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഓരോ വ്യക്തികൾ തന്നെ വേണമെങ്കിൽ ഏറ്റെടുക്കും. പക്ഷെ ഇത് അതല്ല. ആ സംസ്ഥാനത്ത് നടന്നത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ സെറ്റ് കൊണ്ടാണ്. അതായത് അംഗീകാരമില്ലാതെ AICCയുടെ പിന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമില്ലാതെ യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള പൊതുസംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇതിപ്പോ ലോകത്തിന്റെ മുമ്പിൽ കോൺഗ്രസ് വികൃതമായി. കർണാടകയിലെ ഒരു പ്രശ്നം. അപ്പൊ അത് വരാൻ പാടില്ലാത്തതായിരുന്നു. കാരണം BJPക്ക് ബദൽ എന്ന് പറയുന്നത് കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയാണ്. അങ്ങനെ നയിക്കുന്ന ഒരു മുന്നണിയില്ല. കോൺഗ്രസ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തില് മുസ്ലിം ലീഗിനാണ് അത് ഏറ്റവും കൂടുതൽ ആഘാതം ഏൽപ്പിക്കുന്നത്. മുസ്ലിം ലീഗ് ന്യായീകരിക്കുന്നുണ്ട്, പക്ഷെ ആ ന്യായീകരിക്കാൻ നിങ്ങൾ പോകരുത്. എനിക്ക് പറയാനുള്ളത്, കുഞ്ഞാലിക്കുട്ടി ആയിരുന്നാലും പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നാലും നിങ്ങൾ ഇതിനെ ന്യായീകരിക്കാനേ പോരുത്. കോൺഗ്രസ് ചെയ്തത് തെറ്റാണ്, പറയാനുള്ള ആർജവം കാണിക്കണം. കോൺഗ്രസ് മുസ്ലിം ലീഗിനെ ഒന്നും ചെയ്യില്ല, വിഴുങ്ങയൊന്നുമില്ല. പറയണം, പറഞ്ഞു തന്നെ തീരണം. ചെയ്യാൻ പാടില്ലാത്ത ആലോചിച്ച് പ്രവർത്തികൾ ചെയ്യാവൂ. ഇങ്ങനെയുള്ള ഒരു പൊതുപ്രശ്നം എന്ന് പറയുമ്പോഴും സമൂഹത്തിൽ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും, തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. ഇപ്പോ മുസ്ലിങ്ങളായതുകൊണ്ട് അവിടെ വേറെ ആരും പോകുന്നില്ല. അവർ സുഡാപ്പികൾ, അല്ലെങ്കിൽ അവര് പിന്നെ ഭീകരന്മാരാണ്, അവര് ടെററിസ്റ്റുകളാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമാണ്, അവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. അതേസമയം ക്രിസ്ത്യാനികളായിരുന്നെങ്കിൽ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ സംഘടനാ നേതാക്കന്മാരും അവിടെ പാഞ്ഞത്തുമായിരുന്നു, എല്ലാവരും പ്രസ്താവന ഇറക്കുമായിരുന്നു. എന്തുകൊണ്ടാണ്? അപ്പൊ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെയാണ്. മുസ്ലിങ്ങൾക്ക് സംസാരിക്കാൻ ആരുമില്ല. ഇന്ത്യയിൽ തന്നെ ഏതെല്ലാം സ്ഥലത്ത് ഈ പിന്നെ നമ്മുടെ UP-യിലായിരുന്നാലും ബീഹാറിലായിരുന്നാലും ഡൽഹിയിലായിരുന്നാലും രാജസ്ഥാനിലായിരുന്നാലും മധ്യപ്രദേശിലായിരുന്നാലും ബുൾഡോസർ രാജ് നടത്തി എത്രയോ ആളുകളെ പോലീസ് പ്രൊട്ടക്ഷനിൽ പോയ ആൾക്കാർ തന്നെ RSS വന്ന് വെടിവെച്ചു. ഡൽഹിയിൽ തന്നെ പട്ടാളവും പോലീസും നോക്കി നിൽക്കെ പിന്നെ വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ വാളും തോക്കുമായിട്ട് വന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞ അരാജകത്വം. അത് മുസ്ലിങ്ങളെ കൂടെ ആർക്കും മുസ്ലിങ്ങളെ മണ്ടേ കയറാം. ഏത് രീതിയിലും കുതിര കയറാനായിട്ട് മുസ്ലിങ്ങളുണ്ട്. അവർ ക്ഷമിക്കുന്നു, സഹിക്കുന്നു, അങ്ങനെ അവർ ജീവിച്ചു പോകുന്നു. അപ്പൊ ഇത് യാതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. മുസ്ലിം ലീഗ് യാതൊരു കാരണവശാലും അതിനെ ന്യായീകരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പോരുത്. കാര്യം ചെയ്ത